സ്നേഹമുള്ളവരെ, 20 നൂറ്റാണ്ടുകൾക്ക് മുൻപ് ഭൂമിയുടെ ഒത്ത മധ്യപ്രദേശത്ത് ഒരു ശിശു പിറന്നു. ആ ശിശുവിന് മുന്തിരിയുടെ കറുപ്പഴകുള്ള കണ്ണുകളും ഗോതമ്പിൻ്റെ സ്വർണ്ണ നിറമുള്ള ശരീരവുമായിരുന്നു. അവൻ വളർന്നു വന്നപ്പോൾ കണ്ണുകളുടെ കറുപ്പിൻ്റെ അഴകും ശരീരത്തിൻ്റെ സ്വർണ്ണവർണ്ണവും വല്ലാതെ അങ്ങ് കൂടി. അവന് തൻ്റെ പരസ്യ ജീവിതത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ ആദ്യമായിട്ട് ചെയ്ത അത്ഭുതം പച്ചവെള്ളത്തെ തൻ്റെ കണ്ണിൻ്റെ നിറമുള്ള മുന്തിരിച്ചാറായിട്ട് മാറ്റുകയായിരുന്നു. ധാരാളം അത്ഭുതങ്ങൾ പ്രവർത്തിച്ചെങ്കിലും ഏറ്റവും ആളുകളെ ആകർഷിച്ച, ആളുകൾക്ക് ഏറ്റവും കൂടുതൽ ഉപകാരമുണ്ടായ അത്ഭുതം ഗോതമ്പിൻ്റെ 5 അപ്പം കൊണ്ട് 5000 പേർക്ക് കൊടുത്തു എന്നുള്ളതായിരുന്നു. അവൻ പറഞ്ഞ കാര്യങ്ങളെല്ലാം തന്നെ ഒന്നുകിൽ മുന്തിരിയെ പറ്റി, അല്ലെങ്കിൽ ഗോതമ്പിനെ പറ്റി, ഗോതമ്പ് കൊണ്ടുണ്ടാകുന്ന അപ്പത്തെ പറ്റിയൊക്കെ. ഞാൻ ജീവനുള്ള അപ്പമാണ്, എന്നെ ഭക്ഷിക്കുന്നവർ ഒരിക്കലും മരിക്കില്ല. ഞാൻ മുന്തിരിച്ചെടിയാണ്, എന്നോട് ചേർന്ന് നിൽക്കുന്നവർ ഫലം പുറപ്പെടുവിക്കും. അങ്ങനെ അവൻ്റെ ജീവിതത്തിൻ്റെ അവസാനത്തെ മണിക്കൂറുകളെത്തി. ഈ അവസാനത്തെ മണിക്കൂറുകളിൽ അവനൊരു അത്താഴം കഴിച്ചു. അത്താഴത്തിൽ ഉണ്ടായിരുന്ന പ്രധാന വിഭവവും ഗോതമ്പിൻ്റെ അപ്പവും മുന്തിരിയുടെ വീഞ്ഞുമായിരുന്നു. അതിനും ഏതാണ്ട് 1200-300 വർഷങ്ങൾക്ക് മുൻപേ അവൻ്റെ പിതാമഹന്മാർ ഈജിപ്തിൽ അടിമകളായിരിക്കുമ്പോൾ ദൈവം അവരോട് കൽപ്പിച്ച ഒരു പെസഹായുടെ അനുസ്മരണമായിരുന്നു അത്. ഒരു പഴയ ഉടമ്പടി. ആ ഉടമ്പടി ഇതാ ഇവിടെ പുതുക്കാൻ പോവുകയാണ്. അതുകൊണ്ട് തന്നെ അവൻ തൻ്റെ മുൻപിലിരുന്ന അപ്പമെടുത്തിട്ട് തൻ്റെ ശിഷ്യന്മാരോട് പറഞ്ഞു, ഈ ഗോതമ്പപ്പമുണ്ടല്ലോ, ഇത് ഞാനാണ്. തൻ്റെ മുൻപിലിരുന്ന വീഞ്ഞ് മാത്രം എടുത്തിട്ട് അവൻ ശിഷ്യന്മാരോട് പറഞ്ഞു, ഇതിനകത്തുള്ള വീഞ്ഞ് അത് ഞാൻ തന്നെയാണ്, എൻ്റെ രക്തം തന്നെയാണത്. അതിനുശേഷം ആ പെസഹാ ഭക്ഷണം പൂർത്തിയാക്കാതെ അവൻ തൻ്റെ ശിഷ്യന്മാരോട് പറഞ്ഞു, വാ, നമുക്ക് എഴുന്നേറ്റ് ഇവിടെ നിന്ന് പോകാം. പൂർത്തിയായിട്ടില്ല എങ്കിലും ഇത് പൂർത്തിയാക്കാൻ പോകാം. അവൻ നേരെ പോയത് എവിടേക്കാണ്? ഗത്സമനിയിലേക്ക്. ഗത്സമേൻ എന്നുള്ള പേരിൻ്റെ അർത്ഥം തന്നെ മുന്തിരി ചക്ക് എന്നാണ്. മുന്തിരി എങ്ങനെയാണോ ചക്കിനകത്തിട്ട് അത് വല്ലാതെ ഞെരുങ്ങി മുന്തിരി ചാറാകുന്നത്, ഇനി അതുപോലുള്ള ഒരു അനുഭവത്തിലേക്കാണ് പോകാനുള്ളത്. അതുകൊണ്ട് തന്നെയും മുന്തിരിച്ചക്കിൻ്റെ ഓർമ്മയാചരിക്കുന്ന ആ ഇടത്തേക്ക് പോയി അവൻ അവിടെ തൻ്റെ പ്രാർത്ഥന, പിതാവിൻ്റെ പക്കലുള്ള ഏറ്റവും വലിയ പ്രാർത്ഥന പ്രാർത്ഥിച്ചു. ആ പ്രാർത്ഥനയുടെ സമയത്ത് ഇതാ അവൻ്റെ ശരീരത്തിൽ നിന്ന് രക്തം പൊടിഞ്ഞ് താഴെ വീണു. ആ രക്തത്തിനും, കട്ട പിടിച്ച രക്തത്തിനും കറുത്ത മുന്തിരിയുടെ നിറം തന്നെയായിരുന്നു. മാനസികമായിട്ട് വല്ലാതെ ആഘാതമേൽപ്പിക്കപ്പെട്ടു. പ്രിയപ്പെട്ടവരെല്ലാം ഉപേക്ഷിച്ചു. ഇനിയും അവന് പിതാവായിട്ടുള്ള ദൈവം മാത്രമേ ആശ്രയമായിട്ടുള്ളൂ. ആ രാത്രി അവിടെ നിന്ന് പടയാളികളാൽ ആനയിക്കപ്പെട്ടും പീഡിപ്പിക്കപ്പെട്ടും കാരാഗ്രഹത്തിലായി. പിറ്റേ ദിവസം ഗോതമ്പ് പൊടിയേണ്ട ദിവസമായിരുന്നു. അവന് ഏറ്റവും കുറഞ്ഞത് 5 ന്യായാധിപന്മാരുടെ അടുക്കൽ വിസ്തരിച്ചു. കോടതികളിൽ നിന്ന് കോടതിയിലേക്ക്. അവസാനം അവൻ്റെ ശരീരത്തിൽ ആഴത്തിലുള്ള മുറിവുകളുണ്ടായി. അവൻ്റെ തോളിലൊരു കുരിശുണ്ടായി. അവൻ്റെ തലയിലൊരു കിരീടമുണ്ടായി. അങ്ങനെ നടന്നു പോവുകയാണ്. ഈ നടന്നു പോകുന്നത് എതിലെയാണ്? അത് ഒരു മെതിക്കളത്തിലൂടെ, അരവനായിയുടെ മെതിക്കളം എന്നറിയപ്പെടുന്നത്. സാമുവേൽ പ്രവാചകന്റെ 2-ാം പുസ്തകത്തിൽ 24-ാമത്തെ അധ്യായത്തിൽ ദാവീദ് വാങ്ങിയ ഒരു മെതിക്കളമാണത്. ദാവീദ് വാങ്ങിയത് എപ്പോഴാണ്? തൻ്റെ രാജ്യത്തിൽ മുഴുവനും അതിഭീകരമായിട്ടുള്ള ക്ഷാമമുണ്ടാവും, പകർച്ചവ്യാധി ബാധിക്കുമ്പോൾ വെറുതെ കൊടുക്കാൻ മനസ്സായിരുന്നെങ്കിലും ദാവീദ് പറയും, ചെലവില്ലാത്ത ബലി എനിക്ക് ആവശ്യമില്ല. അതുകൊണ്ട് മെതിക്കളം വാങ്ങി മെതിക്കളത്തിൽ ബലിപീഠം പണിതു. ആ ബലിപീഠത്തിൻ്റെ സമീപത്ത് കൂടെ, ഗോതമ്പ് മെതിക്കുന്ന ഇടത്തുകൂടെ അവനിതാ കടന്നുപോയി. അവിടെ ചെന്നപ്പോൾ, കാൽവരി മലയിൽ ചെന്നപ്പോൾ അപ്പം ഉണ്ടാക്കുന്ന പ്രക്രിയ പൂർത്തിയായി കഴിഞ്ഞിരുന്നു. ശരീരം മുഴുവനും
ഗോതമ്പ് ഇടിച്ച് പൊടിക്കുന്നത് പോലെ ഇടിച്ച് പൊടിച്ചു കഴിഞ്ഞിരുന്നു. ഗോതമ്പ് വിതറാൻ വേണ്ടിയിട്ട് മെതിക്കളം തയ്യാറാക്കുന്നത് പോലെ ശരീരത്തിൽ ഉഴവുചാലുണ്ടായിരുന്നു. ഇനി അപ്പമാകുന്ന പ്രക്രിയ മതി. ഈ വീഞ്ഞൊന്ന് പൂർത്തിയാക്കണം, പെസഹ പൂർത്തിയാക്കണം. അവസാനത്തെ പീഡയും കഴിയുമ്പോൾ എനിക്ക് ദാഹിക്കുന്നു. അവന് അവസാനത്തെ തുള്ളി വെള്ളം വരെ നൽകപ്പെട്ടു. അതിനുശേഷമാകട്ടെ അവൻ്റെ ശരീരം കുരിശിലേക്ക് ചേർത്ത് വയ്ക്കപ്പെട്ടു. ഈ കുരിശാണ് അപ്പം ചുടുന്ന ചട്ടി എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അവിടെ വെച്ച് അപ്പക്കല്ലിൽ അവന് അപ്പം പൂർത്തിയാക്കി, ചുടല് പൂർത്തിയാക്കി. അതുകൊണ്ട് നമ്മൾ പറയും കുരിശപ്പം. കുരിശിൽ വേവിച്ചെടുത്ത അപ്പമാണ് കുരിശപ്പം. അന്ന് മുതൽ ഇന്ന് വരെയും 2000 വർഷങ്ങളായിട്ട് നമ്മുടെ പൂർവികർ അപ്പമുണ്ടാക്കും. അപ്പത്തിൻ്റെ മുകളിൽ കുരിശ് വെച്ചിട്ട് അതൊന്ന് തിരിച്ചു വെച്ച് കഴിഞ്ഞാലോ കുരിശിൻ്റെ മുകളിലുള്ള അപ്പമായി. ആ അപ്പമാണ്, ആ അപ്പത്തിൻ്റെ തിരുനാളാണ് ഇന്ന് നമ്മൾ ആഘോഷിക്കുന്നത്. അതാണ് പെസഹ തിരുനാൾ. എന്തിനു വേണ്ടിയിട്ടാണ് അവൻ ഇതിന് മാത്രം കഷ്ടതകളും പീഡകളും സഹിച്ച് നമുക്ക് അപ്പം തന്നത്? അതിനൊരേ ഒരു കാരണമേ ഉള്ളൂ, അവൻ്റെ പേര് പോലെ തന്നെ ദൗത്യവും അത് പൂർത്തിയാക്കാനും. എന്താണ് പേര്, എന്താണ് ദൗത്യം? ഞാൻ നിങ്ങളോട് കൂടെ, ദൈവം നമ്മോടുകൂടെ, ഇമ്മാനുവൽ, അതാണ് അവൻ്റെ പേര്. ഈ ലോകത്തിൽ ഉണ്ടാകണമെന്നുള്ള ആഗ്രഹം കൊണ്ട് അപ്പമായി തീർന്നാൽ എന്നും ഈ ലോകത്തിലുണ്ടാകും. മനുഷ്യന് വിശപ്പുള്ള കാലത്തോളം ഈ ലോകത്തിലുണ്ടായിരിക്കാൻ പറ്റും. അതിനുവേണ്ടി തൻ്റെ പ്രിയപ്പെട്ടവർക്ക് അവൻ പൗരോഹിത്യം നൽകി. ഇന്ന് മുതൽ അന്ന് മുതൽ ലോകത്തിലിതാ തന്നെ കാത്തിരിക്കുന്ന, അപ്പത്തിൻ്റെ രൂപത്തിൽ കാത്തിരിക്കുന്ന, കാണേണ്ടവർക്ക് കാണാവുന്ന ഒരു അപ്പമായി ദൈവം ലോകത്തിലുണ്ടായി. മാത്രവുമല്ല, തന്നെ ഇഷ്ടപ്പെടുന്നവരുടെ ഉള്ളിലേക്ക് എങ്ങനെയാണോ വിശപ്പ് സഹിക്കുന്ന മനുഷ്യൻ്റെ ഉള്ളിലേക്ക് അപ്പം അവതരിക്കുന്നത്, അതേപോലെ അവനും അവതരിച്ചു. വിശക്കുന്ന മനുഷ്യൻ്റെ ഉള്ളിലേക്ക്, അതായത് കൂടെ ആയിരിക്കാനും ഉള്ളിലായിരിക്കാനും വേണ്ടിയിട്ടാണ് അവൻ അപ്പമായിട്ട് തീർന്നത്. അതുകൊണ്ട് നമ്മളൊരു പേര് വിളിക്കും. ആ പേര് ദിവ്യകാരുണ്യം എന്നാണ്. കരുണയെന്ന് പറഞ്ഞാൽ തിരിച്ചു കൊടുക്കാൻ വയ്യാത്ത, അർഹതപ്പെടാത്ത സ്നേഹം എന്നാണ് അതിൻ്റെ അർത്ഥം. ഈ സ്നേഹത്തിന് എങ്ങനെ നമുക്ക് പകരം കൊടുക്കാൻ പറ്റും? ഈ സ്നേഹത്തിന് എന്താ നമുക്ക് അർഹതയുള്ളത്? അതുകൊണ്ട് ഈ സ്നേഹത്തിൻ്റെ പേര് ദിവ്യകാരുണ്യം. ദിവ്യകാരുണ്യത്തിൻ്റെ തിരുനാൾ ആഘോഷിക്കുന്ന ഇന്നേ ദിവസം എല്ലാവർക്കും ഏറ്റവും സ്നേഹപൂർവ്വം പെസഹ തിരുനാളിൻ്റെ മംഗളങ്ങൾ നേരുകയാണ്. ദൈവാനുഗ്രഹിക്കട്ടെ.